വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. അതെ, എന്നും ഇങ്ങനെ പറ്റില്ലാട്ടോ. സമയം പോയി, ഞാൻ പണിക്ക് വേണം. നിങ്ങൾക്ക് ഇതൊക്കെ പിടിച്ചോണ്ടിരുന്നിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ തോന്നലൊക്കെ. പണിക്ക് വേണം. പിന്നെ പണിക്ക് പോകണ്ടാ. ഒരു പണിയാ, നമുക്ക് ടോസ് ഇട്ട് നോക്കാം. ടോസ് ഓക്കെ, ഞാൻ സ്തംഭം പിടിച്ച് ഇന്ന് ഒരു തീരുമാനം കിട്ടുന്നു. ടോസ് ചില്ലറ വല്ലതും ഉണ്ടോ കയ്യില്? ടോസ് ഇട്ട് ഇതൊന്നും നോക്കാം. ഇല്ലല്ലേ? ഒരു മിനിറ്റ് കിട്ടോ. കണ്ട ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? കളിച്ചേ പണിക്ക് പോകണ്ടെന്നുള്ള ദൈവം പറഞ്ഞേ. കിച്ചു അല്ലേ പോണത്? എടാ കിച്ചു, അവൻ പണിക്ക് പോയി. ഇങ്ങോട്ട് കളിച്ചേ, ഇങ്ങോട്ട് കളം പറ്റ് ഒളിമ്പിക്സിൽ വരെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നീ ആദ്യം കളിക്കും. കണ്ട വെട്ടിക്കളഞ്ഞ് ഒന്ന് പോടേ. ആടെ കിച്ചു, എങ്ങനെ പോണു ഫോട്ടോഗ്രാഫി ഒക്കെ? കുഴപ്പമില്ലടാ. എടാ നിനക്കൊന്നും വേറെ പണിയില്ലേ? നീ രാവിലെ ടീൽ തന്നെയാണല്ലോ. എന്റെ പൊന്ന് വെച്ച് ഞാൻ അവരെ പണിക്ക് പോകാൻ വന്നാ ഇത് കണ്ടില്ലേ? ഇവൻ എന്നോട് പിടിച്ചിരുത്തിയാന്ന്. എന്താടാ? എടാ നിനക്ക് ഇവൻ വല്ല ലൈറ്റ് അടിക്കാൻ വല്ല വിളിച്ചോണ്ടേ കൂടെ? എന്റെ പൊന്നു സുനി, നീ എന്റെ കഞ്ഞില് പാറ്റിടലേട്ടാ. ഇവനൊന്നും ആർക്കും വേണ്ടല്ലോടാ. അതെ, ഈ ജീവിതം എന്നൊക്കെ പറഞ്ഞ ഒരു ആഘോഷമാണ്. നിങ്ങൾക്കൊന്നും ഒരു വൈബില്ല, അതുകൊണ്ടാണ്. വൈബാ മാങ്ങാ തൊലി, കയ്യിലാണെങ്കിൽ കാശുമില്ല ഉണ്ട. നിങ്ങളില്ലാണ്ട് എന്ത് വൈബാണ് സുനിയേട്ടാ? നീ എന്തിനാ എന്നെ ഇവിടെ പിടിച്ചിരുത്തേക്കണേ? നീ വീട്ടിൽ പോളേ. അതാരടാ ഇവിടെ പുതിയ താമസക്കാരും? അതാ വടവിലെ വീട്ടിൽ പുതിയതായിട്ട് താമസിക്കാൻ വന്ന ചേച്ചിയാണ്. നീ എന്നോടൊന്നും പറഞ്ഞില്ലടാ? പറഞ്ഞ എനിക്കറിയാം, രാവിലെ കുളിച്ചൊരുങ്ങി അവിടെ പോയി നിൽക്കുന്നു, അതുകൊണ്ട് പറയായിരുന്നു. അതെ, ഇവിടെ 2 വീലർ നന്നാക്കുന്ന വർക്ക്ഷോപ്പ് വല്ലതും ഉണ്ടോ? അയ്യോ ചേച്ചി, അത് കുറച്ച് ദൂരെയാണല്ലോ. എന്തോ ചേച്ചി? അറിയില്ല, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. വണ്ടി എവിടെ? ചേട്ടനറിയോ? എനിക്കറിയില്ല, ഇവനറിയാം. മോനറിയോ? ചേച്ചി നോക്കാം. ഞങ്ങളിവിടെ ഇന്നലെ വന്നവരാ, ആരെയും പരിചയമില്ലാത്തോണ്ട് ചോദിക്കാനൊരു മടി. ഇങ്ങനെയൊക്കെയല്ലേ പരിചയം പറഞ്ഞേ? അയ്യോ അത് കുഴപ്പമില്ല ചേച്ചി, നമുക്ക് ആ വണ്ടി നോക്കാം. എവിടെ ചേച്ചി? വീട്ടിലാ. നിങ്ങളെവിടെ പോണു? ഇവിടെ നിക്ക്, കളിക്കണ്ടേ? വണ്ടി വണ്ടി കുഴപ്പമില്ല, അവര് ശരിയാക്കി. മോന്റെ പേരെന്താ? കിഷൻ, കിച്ചു എന്ന് വിളിക്കും. മെക്കാനിക് ആണോ? അയ്യോ അല്ല ചേച്ചി, ഈ വണ്ടി കാര്യത്തിലെ കുറച്ച് താല്പര്യമുണ്ട്, അത്രേ ഉള്ളൂ. ഇവിടെ വേറെ ആരുമില്ല ചേച്ചി? ഉണ്ട്, ഹസ്ബൻഡും അനിയത്തിയും ഉണ്ട്, ജോലിക്ക് പോയിരിക്കുക. ദാ അവള് വന്നല്ലോ. ആരാണിതാരാണിതെന്നെ തിരഞ്ഞു വന്നു. ഇതാരാ? ഇത് വണ്ടി ശരിയാക്കാൻ വന്നതാ. ഓ, മെക്കാനിക്കാ? അല്ലല്ല, ഞാൻ പറയാം. ചേച്ചി വണ്ടി സ്റ്റാർട്ടായാലോ? എന്നാ ഞാൻ പോക്കോട്ടെ ചേച്ചി. എത്രയായി? ഏയ് അതൊന്നും വേണ്ട. ശരി ചേച്ചി. ശരി. ചേച്ചി എങ്ങോട്ടാ? ഞാൻ അമ്പലത്തിൽ വന്നതാ, അപ്പൊ ഇവിടെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ഇതെന്തു പറ്റി? അതൊന്നും പറയണ്ട ചേച്ചി, ഇന്ന് വരാ പണി മുടക്ക്. ഓ, അല്ലേലും ഈ വണ്ടിയുടെ കാര്യം ഇങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. നോക്കാൻ ടൈമില്ല ചേച്ചി, ലേറ്റ് ആയി. ഒരു കാര്യം ചെയ്യ്, ഇവള് ടൗണിലേക്കാ, മോൻ ഇവളുടെ കൂടെ കയറിക്കോ. അയ്യോ അതൊന്നും വേണ്ട ചേച്ചി, കുഴപ്പമില്ല. അതെന്താ, ഇയാള് പെമ്പിളാരെ പറയാറില്ല? അല്ല അങ്ങനെയല്ല. പിന്നെങ്ങനെയാ? മോൻ കയറിക്കോ, അതിനെന്താ. ബാ കേറ്.
അപ്പം ഇറങ്ങിക്കോ. എടോ താങ്ക് യു സോ മച്ച്. എടോ ഇന്നലെ ആളറിയാണ്ട് പറ്റിപ്പോയതാട്ടോ, സോറി. അത് കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. ഓക്കെ, അപ്പോൾ താ മെക്കാനിക് അല്ലെങ്കിൽ ശരിക്കും എന്താ പരിപാടി? ഞാൻ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറാണ്. ആഹാ, ഇവിടെ എനിക്കിവിടെ ഒരു ഷൂട്ട് ഉണ്ട്. മോഡൽസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറ കേട്ടോ. അതാരാ? എന്താ ഞാൻ പറ്റൂലേ? ആ, താൻ വായ തുറക്കാതിരുന്ന ഓക്കെ, വേണമെങ്കിൽ ഒന്ന് നോക്കാം. ഒരുപാടാക്കണ്ട. അപ്പൊ ശരി. എന്നാ ഓക്കേടോ, കാണാം. എടോ ആ, അപ്പൊ വൈകുന്നേരം എങ്ങനെയാ? സീറ്റ് ഫ്രീയാ, പോരുന്നോ? ഞാനൊന്ന് ആലോചിക്കട്ടെ. ഓക്കെ. ഇതാരാണിതാരാണുറക്കാതെ കൂട്ടുവന്നു. ഹേ ആരറിഞ്ഞു രാവിതേറെ ആയതും രാത്രി മുല്ലകൾ വിരിഞ്ഞതും ഞാനറിഞ്ഞതില്ല എൻ്റെ ഉള്ളിലായി ചിതറുമായിരം നിലാത്തിരി. എടോ താൻ എവിടെയാണ്? ഞാൻ ഇവിടെ എത്തില്ലോ. എവിടെ? ഇവിടെ റൈറ്റ് സൈഡില്. ഹായ്. സോറി കേട്ടോ, സാരി കൊടുത്തു വന്നപ്പോൾ കുറച്ച് ലേറ്റായി. എൻ്റെ അമ്മോ, താനൊരു സാരി ഉടുത്തിട്ട് വരുന്ന പറഞ്ഞപ്പോൾ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഫോട്ടോജനിക് ആണ്. എന്നാ പിന്നെ നമുക്ക് എടുത്താലോ? ബാ. കാത്തു കാത്തു കാത്തിരുന്നു എന്നോളം നിന്നെയാണോ ഓർത്തു ചേർത്തു വച്ചിരുന്നു കിനാക്കളെല്ലാം നിറങ്ങളായോ നേർത്ത കൂട്ട സൂചി കൊണ്ടെന്റെ ചങ്കിനുള്ളിൽ വരച്ചു വെച്ചു ചേർന്ന കാലം ഓർത്തിരിക്കാൻ എനിക്കു മാത്രം എനിക്കു മാത്രം. ഇത് ഞാൻ തന്നെയാണോ? താനാള് കൊള്ളാലോ. മനസ്സറിഞ്ഞെടുക്കുന്ന ഫോട്ടോസ് എല്ലാം അങ്ങനെയാടോ. അങ്ങനെ എത്ര പേരുടെ എടുത്തിട്ടുണ്ട് മനസ്സറിഞ്ഞ്? ഇതുവരെ ആരുടെയും ഇത്ര മനസ്സറിഞ്ഞെടുക്കാൻ പറ്റിയിട്ടില്ല. എന്തോ? എങ്ങനെ? എടോ താൻ കൂടുന്ന എൻ്റെ കൂടെ ഏ? നമുക്ക് ഒരുപാട് യാത്രയൊക്കെ ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ പോവാടോ. എന്താടോ, പ്രപ്പോസൽ സീനാണോ? അങ്ങനെയും പറയാം. വലിയ കുഴപ്പമില്ല, കേക്കൊക്കെ രസമുണ്ട്, ഏ? ആലോചിക്കാവുന്നതാണ്.